എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം മേടിക്കാൻ പോവാ. അത് ഞങ്ങൾ മേടിക്കുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ഓൺ ദ വേ. ബൈ. ചങ്കുച്ചി നോക്കിയേ. ഹായ് അങ്ങനെ നമ്മൾ എത്തിയേക്ക് പോകുന്ന സ്ഥലത്ത് ഞാൻ കിടന്ന് പോകുമ്പോൾ എനിക്ക് തലവേദനയായിരുന്നു. ഇപ്പൊ എണ്ണീച്ച്. സോ യാ, കാണാം നമ്മൾ എവിടെ എത്തിക്കുന്നതെന്ന്. ഞങ്ങള് പുതിയ ബൈക്ക് മേടിക്കാൻ പോവാ. യെസ് ഗായ്സ്, ഇതാ ഞങ്ങളുടെ വണ്ടി. നമുക്ക് വണ്ടി 2:30 കഴിഞ്ഞത്തെ അവർ തരത്തുള്ളു. സോ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുവാ. ഇപ്പം ഞങ്ങളിപ്പോൾ ഹെൽമെറ്റ് മേടിക്കാൻ വന്നേക്കുവാണേ. ഞങ്ങളുടെ ഹെൽമെറ്റ് ഇതാണ് ചേസ് നമ്പർ കേട്ടോ. ഹാൻഡിൽ റൈറ്റ് സൈഡ് ചേസ് നമ്പർ ഓരോ വണ്ടിക്ക് ഓരോ ചേസ് നമ്പർ ജനറലാണ്. വണ്ടിയുടെ ബേസിക് കോൺസെപ്റ്റ് നോക്കുന്നത് ബേസിക് ഓപ്പറേഷൻസ്, എഞ്ചിൻ ഓൺ, സെൽഫ് ഇൻഡിക്കേറ്റർ ഓൺ, ലൈറ്റ്, അങ്ങനെയല്ലോ ബേസിക് ഓപ്പറേഷൻസ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കെയർഫുള്ളായിട്ട് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ റെഡ് സ്വിച്ച് യൂസേജ് ഓഫ് ആയിക്കോട്ടെ ചെയ്യുമ്പോൾ ജസ്റ്റ് കീഴിലാണ് മാർക്ക് കൊണ്ടേ ഓണായിരിക്കും. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ലൈറ്റ് കൊണ്ടേ ഓണായിരിക്കും. നമ്മൾ എപ്പോഴും വണ്ടി ഓഫ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് എഞ്ചിൻ്റെ റെഡ് സ്വിച്ച് പക്ഷേ ഒന്ന് സ്വിച്ച് ഓഫ് ആയിക്കൊണ്ട് കീ ഓഫ് ചെയ്യാം. വണ്ടി ഓഫ് ചെയ്യാം. വണ്ടിക്ക് രണ്ട് ബോക്സ് വരും. കീയിട്ട് ഉറക്കുന്ന ഓവൽ ഷേപ്പുള്ള ലെഫ്റ്റ് സൈഡിലെ ബോക്സും റൈറ്റ് സൈഡിലെ ബോക്സും. ലെഫ്റ്റ് സൈഡിലെ ബോക്സ്, റൈറ്റ് സൈഡിലെ ബോക്സ്. ആ ലെഫ്റ്റ് സൈഡിലെ ബോക്സിലാണ് ട്യൂബ്സും ഫസ്റ്റ് എയ്ഡ് ഫ്യൂസും വരുന്നത്. ട്യൂബ്സും ഫസ്റ്റ് എയ്ഡ് ഫ്യൂസും. ഓക്കെ, സെയിം ഒരു ബോക്സ് റൈറ്റ് സൈഡിലുണ്ട്. അത് എയർ ഫിൽറ്റർ ബോക്സാണ്. തുറക്കാനും പാടില്ല, അവിടെ വയ്ക്കാനും പാടില്ല. ഓക്കെ, അത്യാവശ്യം വലിയ ബുക്കുകളുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് ആ ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ വെച്ചാൽ മതി. റൈറ്റ് സൈഡിൽ എയർ ഫിൽറ്റർ ബോക്സ് തുറക്കാനും പാടില്ല, അവിടെ വയ്ക്കാനും പാടില്ല. ഓക്കെ, പിന്നെ സർവീസ് ടൈം മൊത്തം 4 ഫ്രീ സർവീസാണ് വണ്ടിക്ക്. ഫസ്റ്റ് 500 കിലോമീറ്ററിൽ 500 നമുക്ക് ടൈം അല്ലേ കിലോമീറ്റർ ഏതാദ്യം സർവീസ് ചെയ്യാം. പിന്നെ സർവീസ് ടൈം ഒരു 5000 അല്ലെങ്കിൽ 6 മാസം. 500 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു 5000 അല്ലെങ്കിൽ 6 മാസം സർവീസ് ചെയ്യും. 500, 5000, 10000, 15000 ആ ഓർഡർ വേണ്ടി കണ്ടിന്യൂസ് ആയി സർവീസ് ചെയ്യും. ഓരോ 10000 ഉണ്ടെങ്കിൽ കേട്ടില്ല 4 ഓരോ 10000 അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ഓയിൽ തന്നെ ഫിൽറ്ററും ചെയ്യും. സർവീസ് 5000, ഓയിൽ ചെയ്ത് ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ ഗ്യാസ് ആകത്തില്ല. ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ ഗ്യാസ് ലേബർ ഇല്ല. അത് എല്ലാത്തിലും ഇല്ല, ഈ ഓയിൽ ചേഞ്ചിങ്ങുള്ള സർവീസ് മാത്രമേ ഉള്ളൂ. 500 ഓയിലിൻ്റെ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യും. 500 ഓയിലുള്ള 2 ലിറ്ററാണ് 220. അതിൻ്റെ ഓയിൽ ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് 1100 രൂപയാണ്. ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ അങ്ങനല്ല, നമുക്ക് ലേബർ പേ ചെയ്യാനാണ്. പക്ഷേ ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ ഗ്യാസ് ഇവിടെ നമ്മുടെ വണ്ടിക്കാകുമ്പോൾ 2 ലിറ്റർ ഓയിൽ ഒഴിയും. സാധാ വണ്ടിക്കാകുമ്പോൾ 1 ലിറ്റർ ഓയിൽ മതി. നമ്മുടെ വണ്ടിക്കാകുമ്പോൾ 2 ലിറ്റർ ഓയിൽ. അതിൻ്റെ ഓയിലിൻ്റെ കേട്ടില്ല പുള്ളി എല്ലാം സെമി സിന്തറ്റിക് കഴിയും 2 ലിറ്റർ. അതിൻ്റെ ഇതാണ് എൻ്റെ ഗ്രേഡ് വരുന്നത്. 15 വോൾട്ട് 50 API. ഇൻ കേസ് പുറത്ത് ഓയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് നോക്കാം. 1550 ഇതാണ് ഓയിലിൻ്റെ ഗ്രേഡ്. 1550 ഓയിലിൻ്റെ ഗ്രേഡ്. പുള്ളി എല്ലാം സെമി സിന്തറ്റിക്. ഓക്കെ, പുള്ളി കമ്പനി പ്രിഫർ ചെയ്തില്ല പുള്ളി സിന്തറ്റിക്. നേരത്തെ നമുക്ക് സിന്തറ്റിക് നോർമൽ ലെവലായിരുന്നു, ഇപ്പോഴാണ് സെമി ആയത്. പിന്നെ പുള്ളി ഒഴിച്ച് കമ്പനി പ്രിഫർ ചെയ്യുന്നില്ല. കമ്പനി പ്രിഫർ ചെയ്യുന്ന ഗ്രേഡ് ഇതാണ്. പിന്നെ അത് 1550 ജാസ്മാണ് നമ്മുടെ ഓയിൽ. 15 വോൾട്ട് 50 API. പിന്നെ പുറത്തെ ഓയിൽ ഈ ഗ്രേഡ് യൂസ് ചെയ്യും. പിന്നെ പറഞ്ഞാൽ പുള്ളി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, അത് കൺസൾട്ട് ചെയ്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. കേട്ടില്ല 1550 മോട്ടിവറിൻ്റെ കിട്ടും. നമ്മുടെ എല്ലാ സെർവോഡ് ഓയിലുണ്ട്. നമ്മുടെ റോയൽ എൻഫീൽഡ് ജാസ്മോമയാണ്. പുറത്ത് ഞാൻ പറഞ്ഞ സപ്പോസ് പുറത്തുനിന്ന് ഓയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് നോക്കുക. 1550 ഏതാണ് ഗ്രേഡ്. പുള്ളിയെല്ലാം സിവിറ്റിലെത്തി. ഓക്കെ, സോ ഫസ്റ്റ് സർവീസിൽ ഓയിലുള്ള ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യും. അതിൻ്റെ കോസ്റ്റ് 1200 രൂപയാണ് ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ ഗ്യാസ്. രണ്ടാം സർവീസ് 5000 അല്ലാന്നുണ്ടെങ്കിൽ സർവീസിൻ്റെ വാഷിംഗ് പോളിഷിംഗ് എല്ലാം ഉണ്ട്. ജനറൽ സർവീസിങ് എല്ലാം ചെയ്യും. പോളിഷിംഗ് ഒന്നുമില്ല, ജനറൽ വാഷിംഗ് ആണ്. പോളിഷിംഗ് രണ്ടാം സർവീസ് 5000 അല്ലാന്നുണ്ടെങ്കിൽ 6 മാസം. ഓക്കെ, ആദ്യത്തെ പോലെ നമുക്ക് ടൈം അല്ല കിലോമീറ്റർ ഏതാദ്യം സർവീസ് ചെയ്യും. രണ്ടാം സർവീസ് ഓയിൽ ചേഞ്ചിങ് ഇല്ല ലെവലിംഗ് ആണ്. ടോപ്പ് ചെയ്യും. കുറവാണെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കൂടും.
ആ സർവീസിന് കോസ്റ്റ് 300 രൂപ. കാരണം ടോപ്പ് വിളിച്ചിട്ടുണ്ടെങ്കിൽ 300 രൂപ കോസ്റ്റാണ് സെക്കൻഡ് സർവീസ്. തേർഡ് സർവീസ് 10,000 അല്ലാന്നുണ്ടെങ്കിൽ 1 വർഷം. ഓക്കെ, ഇതുപോലെ ഓയിലും അതിൻ്റെ ഫിൽറ്ററും ചെയ്തേക്കണം. ഒരു 10,000 കിലോമീറ്റർ ഓയിൽ ഫിൽറ്റർ മാറണം. കോസ്റ്റ് ആയതുപോലെ 1,000 രൂപയാണ്. ഓക്കെ, ഫോർത്ത് 15,000 1.5 വർഷം. ഓക്കെ, ഓയിൽ ചേഞ്ചിങ് ഇല്ല, ലെവലിംഗ് കേട്ടോ. ഓക്കെ, കുറവാണ് നല്ല ക്വാണ്ടിറ്റി വരും. കോസ്റ്റ് 300 രൂപയാണ്. ഫസ്റ്റ് തേർഡ് നമ്മൾ ഓയിൽ മാറുമ്പോൾ 1,200. സെക്കൻഡ് ഫോർ ലെവലിൽ 300 രൂപയാണ്. ഓക്കെ, സെൻസർ പാക്കേജ് ഒന്നല്ലേ. പിന്നെ എക്സ്റ്റൻഡ് വണ്ടി ഉണ്ടായിരുന്ന വണ്ടിക്ക് 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആണ് വാറണ്ടി. 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ. സോ നമുക്ക് വാറണ്ടി കിട്ടാണ്ട് മാക്സിമം 4 പേ സർവീസും അതിൻ്റെ മാക്സിമം 4 പേ സർവീസ് ചെയ്യുന്ന ഷോറൂമിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് സർവീസ് വരെ വണ്ടി ഒരു 50-60 ഇൻ ബിറ്റ്വീൻ ആ സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്യുക. കാരണം വണ്ടി ഇപ്പോഴത്തെ ഹാർഡായിരിക്കും. നമ്മൾ ഗിയറൊക്കെ മാറുമ്പോൾ ടൈറ്റ് ഫീലിംഗ് ആണ്, വണ്ടി ഒന്നും സ്മൂത്താണ്. അതുകൊണ്ട് ഫസ്റ്റ് സർവീസിന് മാക്സിമം 50-60 ഇൻ ബിറ്റ്വീൻ ആ സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്യുക ഫസ്റ്റ് സർവീസ് വരെ. പിന്നെ നമ്മുടെ പുതിയ BS6 വണ്ടിയുണ്ട്. ഓൾറെഡി വണ്ടിക്ക് 5 വർഷം RS ഉണ്ട്. RS മീൻസ് നമ്മുടെ കാറിൻ്റെ ഒക്കെ പോലെ റോഡ് സൈഡ് സപ്പോർട്ട്. മീൻസ് എവിടെയെങ്കിലും വെച്ച് വണ്ടി ഇപ്പം കടിയിൽ ബ്രേക്ക് ഡൗൺ ആയി പോയാലോ, സപ്പോസ് ഇപ്പോൾ പഞ്ചറായാലോ, അല്ലെങ്കിൽ ഫ്യൂൽ ലോസ് ആയപ്പോൾ നമുക്കൊരു നമ്പർ ഉണ്ട് 1800210004. സപ്പോസ് ഇപ്പോൾ യാത്രയുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് വണ്ടിയിൽ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ സർവീസ് ടീം വന്ന് വണ്ടി അടുത്തുള്ള ഷോറൂമിൽ വണ്ടി എത്തിക്കും. അതുകൂടാതെ ഫ്യൂൽ ഡെലിവറി ആയാലും പഞ്ചറായാലും ഇംഗ്ലീഷ് കസ്റ്റമർക്കാണെങ്കിൽ പോലീസ് നമ്പറിൽ വിളിച്ച് 24 കേട്ടില്ല. RS പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രീ ആണ്. ഒരു വണ്ടി എടുത്ത് ഷോറൂമിൽ എത്തിക്കും. ഷോറൂമിൽ എന്തെങ്കിലും മോശമാണെങ്കിൽ മാത്രം നമ്മൾ പേ ചെയ്യണം. അവരുടെ സർവീസ് ചാർജെല്ലാം ഫ്രീ ആയിരിക്കും. 5 വർഷം പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രീ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സർവീസ് സെൻ്ററിൽ പേ ചെയ്താൽ മതി. അവരുടെ ചാർജെല്ലാം ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇത് ഡോക്യുമെൻറ്റ്സാണ്. ഇത് ഇൻഷുറൻസിൻ്റെ കോപ്പിയാണ്. ഇൻഷുറൻസ് എമൗണ്ട് വന്നിട്ട് 8,660. ഇൻഷുറൻസ് അല്ലാതെ 5 വർഷമാണ്. ഈ പോളിസി എക്സ്പയർ ആവുന്ന ഡേറ്റ് May 2, 2026. പറഞ്ഞില്ല. ആക്ച്വലി പോളിസി 5 വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷം ഫുൾ കവറും ബാക്കി തേർഡ് പാർട്ടിയാണ് 4 വർഷം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഫസ്റ്റ് പോളിസി തീരുന്ന ഡേറ്റ് എക്സ്പയർ ആവുന്ന ഡേറ്റ് അടുത്ത വർഷം May 2, 2022. ഓക്കെ, സോ ആ ടൈമിൽ നമ്മൾ കുറച്ച് ഒരു 1,500 രൂപ അടയ്ക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് 1 ഇയർ ആണ് പോളിസി ഓട്ടോമാറ്റിക്കലി തേർഡ് പാർട്ടിയിൽ ഫുൾ കവറിലോട്ട് കൺവേർട്ട് ആയി. മീൻസ് 2022-23 പോളിസി ഓട്ടോമാറ്റിക്കലി തേർഡ് പാർട്ടിയിൽ ഫുൾ കവറിലോട്ട് കൺവേർട്ട് ആയി. ഡേറ്റ് ആവുന്നതിന് മുന്നേ അടയ്ക്കുക, നെക്സ്റ്റ് 1 ഇയർ ഫുൾ കവറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇനിഷ്യലി അടയ്ക്കുന്ന എമൗണ്ട് ഓരോ വർഷം കുറയും. ഏകദേശം വേണ്ട സാധാ പോളിസി പോലെ പ്രീവിയസ് ഇയർ നമ്മുടെ കേട്ടില്ല. നമ്മുടെ ഷോറൂമിൽ വരിക, പേ ചെയ്യുക, അടയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പുറത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോളിസി വെച്ചേക്കാം. കാരണം ഇത് 5 വർഷ പോളിസിയാണ്. ഇതും വെച്ചേക്ക് എടുക്കുന്ന പുതിയ പോളിസി വെച്ചേക്കാം. കാരണം ഇത് 5 വർഷ പോളിസി. അപ്പോൾ നമ്മൾ പുറത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും കയ്യിൽ കീപ്പ് ചെയ്യുക, എടുക്കുന്ന പുതിയ പോളിസിയും കയ്യിൽ കീപ്പ് ചെയ്യുക, അത്രയും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞാൽ അടയ്ക്കുന്ന എമൗണ്ട് ഓരോ വർഷം കുറയും, ഡിമിനിഷിംഗ് ആണ്. നമ്മൾ സാധാ പോളിസികൾ പ്രീവിയസ് ഇയർ വണ്ടിക്ക് ക്ലെയിമിൽ നമുക്ക് ക്ലെയിം ബോണസ് കിട്ടും. ഈ ആദ്യം അടയ്ക്കുന്ന എമൗണ്ട് ഓരോ വർഷം കുറഞ്ഞ പോലെ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡേറ്റ് ഒന്ന് പുറത്തേക്ക് കൊടുത്ത് വിളിക്കും. ഇൻകേസ് വിളിക്കാൻ വിട്ടുപോയാലും ഈ ഡേറ്റ് ആണെങ്കിൽ 2 ദിവസം മുന്നേ ഷോറൂമിലേക്ക് വരിക. എമൗണ്ട് അടച്ച് നെക്സ്റ്റ് വണ്ടി ഇറങ്ങി പോളിസി തേർഡ് പാർട്ടിക്ക് ഫുൾക്കൊള്ളോട്ട്. പിന്നെ നമുക്ക് ആക്ച്വലി ഈ പോളിസി ഇങ്ങനെയുള്ള 5 വർഷം യൂസ് ചെയ്യും. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തേർഡ് പാർട്ടി കുറച്ച് എമൗണ്ട് അടച്ച് ഫുൾക്കൊള്ളോട്ട് കൺവേർട്ട് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ പോളിസി 5 വർഷം യൂസ് ചെയ്യും. ഇത് വാലിഡാണ്, തേർഡ് പാർട്ടി കിടക്കുന്നത്. പിന്നെ ഓൾറെഡി പ്ലേറ്റ് വെച്ചിട്ടാണ് വണ്ടി നമ്പർ KL 802206. പിന്നെ ബൈ പോസ്റ്റ് ത്രൂ RC ഒരു മാസത്തിനകത്ത് വീട്ടിൽ ബൈ പോസ്റ്റ് വന്നോളൂ. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഇത് റോട്ടാക്സിൻ്റെ പേപ്പറാണ്. റോട്ടാക്സിൻ്റെ കാലം 15 വർഷമാണ്. എമൗണ്ട് വന്നിട്ട് 23,999. ഓക്കെ, എക്സ്പയർ ആവുന്ന ഡേറ്റ് 2036 മാർച്ച് 31. റോട്ടാക്സിൻ്റെ കാലം 15 വർഷമാണ്. പിന്നെ ഇത് വണ്ടി ബില്ല്. അപ്പം ഇത്ര ഡോക്യുമെൻറ്റ്സ് വണ്ടിക്ക് എല്ലാം വെക്കണമെന്നില്ല, അത്യാവശ്യം വെക്കേണ്ടത് ഈ വണ്ടിയുടെ ബില്ലെടുത്ത് വെച്ചേക്കുക, ഇൻഷുറൻസിൻ്റെ കോപ്പി വെച്ചേക്കുക, ഈ റോഡ് ടാക്സിൻ്റെ പേപ്പർ വെച്ചേക്കുക. 3 പേപ്പർ RC ബുക്ക് വരുന്നവരെ RC ബുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ RC ബുക്കിൻ്റെ കോപ്പി ഇൻഷുറൻസ് മാത്രം മതി. അത് വരുന്നവരെ ഈ റോഡ് ടാക്സിൻ്റെ പേപ്പറും ഇൻഷുറൻസിൻ്റെ കോപ്പിയും ഈ വണ്ടി ബില്ല് മാത്രം വെച്ചേക്കുക, ബാക്കിയെല്ലാം അൺഫോൾഡിങ്. പിന്നെ ഇത് ഫ്രെയിമിൻ്റെ ബില്ലാണ്, ബോക്സ് വെച്ചേക്കുക. രണ്ടും പൈസ അടച്ചാൽ മതി, സൈൻ ചെയ്യണം. എടാ പേയ്മെന്റ് എല്ലാം ഓക്കെ ആണോ? എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും മനസ്സിലായോ?
ഇല്ല. സെയിം ഹൈ ഫൈ. കണ്ടോ? ഗായ്സ് എനിക്ക് അങ്കിൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നല്ല കാര്യം. നമ്മുടെ വണ്ടി ലൈറ്റ് ഫുൾ ടൈം ഓൺ ആയിരിക്കും. ഓക്കെ, നമുക്ക് ലൈറ്റ് ഓഫ് ആക്കുന്ന ഓപ്ഷൻ ഇല്ല. ആയുള്ള ഓപ്ഷൻ ഡിമ്മും റേറ്റും ഗ്ലാസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിട്ട് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ റെഡ് സ്വിച്ച് കിൽ സ്വിച്ച് ഓഫ് ആയി കൊടുത്ത് കീ നിങ്ങൾ ജസ്റ്റ് കീ ഇട്ടാൽ മാത്രം മതി. പാർക്ക് ഫുൾ ടൈം ഓൺ ആയിരിക്കും. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഫുൾ ടൈം ഓൺ ആയിരിക്കും. ഇങ്ങനെ പാർക്ക് ഓൺ ആയി കിടന്നാലും ബാറ്ററി ചാർജ് ഇറങ്ങി പോകും. സോ ജസ്റ്റ് കെയർഫുൾ ആയിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ മറക്കാതെ എഞ്ചിൻ്റെ റെഡ് സ്വിച്ച് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്യും. എഞ്ചിൻ സ്വിച്ച് കീ തന്നെ ഓഫ് ചെയ്യും. കാരണം വണ്ടി ഇപ്പോൾ ഓഫ് പക്ഷേ കീ കിടക്കുന്നത് കത്തി കിടക്കും. അത് രാവിലെ ശ്രദ്ധിക്കില്ല. ഇങ്ങനെ പാർക്കത്തിൽ കിടന്നാലും ബാറ്ററി ചാർജ് ഇറങ്ങി പോകും. സോ ജസ്റ്റ് കെയർഫുൾ ആയിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ മറക്കാതെ എഞ്ചിൻ്റെ കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കീ ഓഫ് ചെയ്യും. ഇൻകേസ് എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോഴത്തേനും കീ തന്നെ ഓഫ് ചെയ്യും. പിന്നെ ടാങ്കിൻ്റെ മൊത്തം കപ്പാസിറ്റി 13 11 പേരും ഒരു 2 റിസോർട്ടും കിട്ടും. ഇപ്പോൾ ഒരു 2 ലിറ്ററാണ് അങ്ങോട്ട് ഫസ്റ്റ് വണ്ടിങ്ങനെ എണ്ണ അടിക്കും. പിന്നെ പുതിയ BS6 വണ്ടിയാണെങ്കിൽ ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ പാടില്ല. 13 എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 10 വരെ പാടില്ല. കാരണം ഫുൾ ടാങ്ക് എണ്ണ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലായിട്ട് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ പാടില്ല. മാക്സിമം ഒരു 10 വരെ പാടില്ല. 10 പാടില്ല. നമ്മുടെ 5 ഗിയറാണ് വണ്ടി കുറച്ച് താപ്പോട്ട് ബാക്കിയെല്ലാം മേമ്പോട്ട്. ഓക്കെ, ഇത് ടൂൾ ബോക്സ് എയർ ഫിൽറ്റർ അത്യാവശ്യം വലിയ ബോക്സ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ എയർ ഫിൽറ്റർ ബോക്സ് തുറക്കാനും പാടില്ല, വെക്കാനും പാടില്ല. പിന്നെ ഇൻഡിക്കേഷൻ വരുന്ന ഫ്യൂവലിൻ്റെ ആണെങ്കിൽ റിസർവ് ആയിട്ട് ലൈറ്റ് കത്തി കിടക്കും, എണ്ണ അടിക്കാൻ മാറിക്കും. ഇത് ABS-ൻ്റെ. ഓക്കെ, പിന്നെ പുതിയ BS6 വണ്ടിയായിട്ട് വണ്ടിക്കകത്ത് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്. മീൻ സ്റ്റാൻഡ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ഫസ്റ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. ഇത് മറക്കാതെ സൈൻസ് തന്നെ കിടക്കും. ഓക്കെ, പിന്നെ നമ്മുടെ പുതിയ BS6 വണ്ടി എപ്പോൾ വേണ്ടത് നമ്മൾ എഞ്ചിൻ ഓണാക്കി ടാങ്കിൽ കൈ വെച്ചോളൂ. ടാങ്കിൽ കൈ വെച്ചു ഇതിന് ബീപ്പ് സൗണ്ട് കിട്ടും. അത് എപ്പോൾ ചെയ്യാനാണ് ജസ്റ്റ് പമ്പ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും എഞ്ചിൻ ഓണാക്കും. ഒരു 6 സെക്കൻഡോളം പമ്പ് കുറയ്ക്കുന്നതിന് വെച്ചു ഒരു 6 സെക്കൻഡോളം കുറയ്ക്കണം. ഒരു ബീപ്പ് സൗണ്ട് തീരുന്നതാണ്. ഒരു 6 സെക്കൻഡോളം കാണും. അപ്പോൾ നമ്മൾ 6 സെക്കൻഡോളം വെയിറ്റ് ചെയ്യുക. പിന്നെ സെറ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ പമ്പ് കംപ്ലൈൻറ്റ് ആവും, വണ്ടി സ്റ്റാർട്ടാവില്ല പറയും. അപ്പോൾ ജസ്റ്റ് കെയർഫുള്ളായിട്ട് എഞ്ചിൻ ഓണാക്കും. ഒരു 6 സെക്കൻഡോളം പമ്പ് വർക്ക് ചെയ്തവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ സെറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പമ്പ് കംപ്ലൈൻറ്റ് ആവും, പിന്നെ വണ്ടി സ്റ്റാർട്ടാകും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എഞ്ചിൻ ഓണാക്കുക, സൗണ്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. 6 സെക്കൻഡോളം പിന്നെ സെൽഫ് അടിക്കുക. ഇൻ കേസ് എഞ്ചിൻ ഓണാക്കി വന്നാൽ കീ ഓണാക്കുക, പമ്പ് വർക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല, എന്തായാലും അങ്ങോട്ട് മസ്റ്റ് എത്തിക്കാൻ എത്തേ. എവിടെ പോകണം? നമ്മളിതൊക്കെ എന്തൊക്കെ ചെയ്തിപ്പം പറ. ഇത് ഫിറ്റ് ചെയ്ത് ആ ഇത് ഫിറ്റ് ചെയ്ത് ആ വേറെ വേറെന്ത് ചെയ്തില്ല. ഗ്രില്ല് ക്രാഷ് കാർഡ് നോക്കിയടാ. ഇവിടെ നമുക്ക് 3400 രൂപയായി ഗായ്സ് ഈ കൊച്ചു കടയില്. അങ്ങനെ ഓരോരോ ആഗ്രഹം ഒക്കത്തില്ല. നോട്ട് ഫെയർ. അഹങ്കാര. ഇപ്പൊ നമ്മള് സ്റ്റിക്കർ ഇടാൻ പോവാ വണ്ടിക്ക്. സ്റ്റിക്കർ ഇട്ടിട്ട് കാണിച്ചു തരാം. സ്റ്റിക്കറാണ് ഗൈസ്. സ്റ്റിക്കർ ഒട്ടിക്കുവാണ് ഗൈസ്.
ഹായ് ഗായ്സ്. എന്തുച്ചി ചങ്കുച്ചി നോക്കിയ ടൈറ്റ് ആക്കിട്ടാ. ഞാൻ ഞങ്ങളിവിടെ അച്ഛനും അമ്മയ്ക്കും വെയിറ്റ് ചെയ്യുക. അവർക്ക് വരിയൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അവർ വരുന്നോന്നറിയാൻ. അവർ വരുന്നില്ല. വരി മാറിപ്പോയോ ആവോ. ഇടയ്ക്ക് വെച്ച് നമ്മളെ ചതിച്ചു. ചായ കുടിക്കാൻ കയറി. ഞങ്ങളും തിരിച്ച് യൂട്ടേൺ എടുത്ത് ചായ കുടിക്കാൻ ഇവരുടെ അടുത്തോട്ട് വന്നു. അയ്യടാ നീ കൊച്ചാ തോറാവത്തില്ല. ചങ്കു വരയ്ക്കേണ്ട ചങ്കുവിനെ വണ്ടിക്കകത്ത് കേട്ടിട്ട് വന്നു. അവനെ വണ്ടി പിടിക്കും. നമ്മുടെ വണ്ടി വീട്ടിലെത്തി. ഹായ് ഗായ്സ്. ഞങ്ങള് ഇപ്പം വണ്ടി പൂജിക്കാൻ അമ്പലത്തിൽ പോവാം. ഞാൻ കുളിച്ച് റെഡിയായി. ബാക്കിയുള്ളവരും രാവിലെ കുളിച്ചോണ്ട് അവർ കുളിക്കുന്നില്ല. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാത്ത ഞാൻ ചായ കുടിക്കാം. ചായ കുടിച്ചത് ഞങ്ങൾ പോകും. ഞങ്ങളിപ്പോൾ അമ്പലത്തിലാണ്. വണ്ടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ പൂജിക്കാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വരും. അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് ശരി കെട്ടകത്തുണ്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കിട്ടാ ഇത് ഉൾട്ടയാവത്തില്ല. ഉപ്പാപ്പ ഇട്ട് തന്ന കുറിയാ. ഉപ്പാപ്പന ഇട്ട് തന്ന എനിക്ക്. ഞങ്ങൾ അവസാനം വീട്ടിലെത്തി. പൂജിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഇനി വണ്ടി എല്ലാം ദിവസം ഉണ്ടാക്കി നമുക്ക് അതിനെ കാണാം. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ ടാറ്റാ.